ഈശോയിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠനത്തിൻ്റെ ഈ പുത്തൻ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും ഈശോയുടെ നാമത്തിൽ സ്വാഗതം. കഴിഞ്ഞ ഏതാനും ചില എപ്പിസോഡുകളിൽ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളിലെ തൈലാഭിഷേകത്തെക്കുറിച്ചും 12 മുതൽ 19 വരെയുള്ള വചനങ്ങളിലെ രാജകീയ പ്രവേശനത്തെക്കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ പുതിയ എപ്പിസോഡിൽ ഗ്രീക്കുകാർ യേശുവിനെ തേടുന്ന വചനഭാഗമായ 20 മുതൽ 26 വരെയുള്ള വചനഭാഗങ്ങളാണ് നമ്മൾ പഠിക്കാനായി പോകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള ഭാഗത്തിന് ഞാൻ കൊടുത്തിരിക്കുന്ന ഹെഡിങ് നിങ്ങൾക്ക് കാണാനായി സാധിക്കും സ്ക്രീനിൽ. മഹത്വീകരണത്തിൻ്റെ സമയം എന്നാണ്. യോഹന്നാൻ സുവിശേഷകൻ വിശുദ്ധ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഹെഡിങ് ഗ്രീക്കുകാർ യേശുവിനെ തേടുന്നു എന്നാണ്. ഗ്രീക്കുകാരായ മനുഷ്യർ ഈശോയെ അന്വേഷിച്ചു വരുന്ന വചനഭാഗമാണിത്. അതിൻ്റെ ദൈവശാസ്ത്രപരമായ ഒരു തലവാചകം ഞാൻ മാറ്റിയിട്ടു എന്നേ ഉള്ളൂ. കർത്താവ് തൻ്റെ മഹത്വീകരണത്തെക്കുറിച്ച് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്താൻ ഗ്രീക്കുകാർ വന്ന് കർത്താവിനോട് ചോദിക്കുന്ന ഈ സംഭവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെയും ഈ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കും മുൻപ് നമുക്ക് ആ വചനം ഒന്ന് വായിച്ചു കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വചനങ്ങൾ. തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരുമുണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സൈദായിൽ നിന്നുള്ള പീലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പ്രഭു, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. പീലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും പീലിപ്പോസും കൂടി യേശുവിന് വിവരമറിയിച്ചു. യേശു പ്രതിവചിച്ചു, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള മണിക്കൂർ ആഗതമായിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. അഴിയുന്നെങ്കിലോ അത് ഏറെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ വെറുക്കുന്നവൻ നിത്യജീവനിലേക്ക് അത് കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 26 വരെയുള്ള വചനഭാഗം ഗ്രീക്കുകാർ ഈശോയെ അന്വേഷിച്ചു വരുന്ന വചനഭാഗം കർത്താവ് തൻ്റെ മഹത്വീകരണത്തിൻ്റെ സമയം വെളിപ്പെടുത്താനായി ഉപയോഗിക്കുന്ന വചനഭാഗമായി യോഹന്നാൻ സുവിശേഷകൻ ദൈവശാസ്ത്രപരമായ ഒരു താല്പര്യത്തോടുകൂടെ വിവരിക്കുന്ന വചനഭാഗമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. തിരുനാളിൽ ആരാധിക്കാൻ വന്ന ഏതാനും ഗ്രീക്കുകാർ ഈശോയെ അന്വേഷിക്കുന്നതായി അറിഞ്ഞപ്പോൾ ഈശോ അരുളി ചെയ്യുന്ന ഒരു വാക്യമുണ്ട്. 23-ാമത്തെ വചനമാണത്. മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് തൻ്റെ തന്നെ കുരിശുമരണത്തെക്കുറിച്ചും പീഡാസഹനത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും ശിഷ്യന്മാർക്ക് മുൻകൂട്ടി നൽകുന്ന ഒരു പ്രവചനമായി ഈ വചനഭാഗത്തെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറയുന്ന കർത്താവ് 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കൃത്യം 10 അധ്യായങ്ങൾക്ക് മുമ്പ് തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്ന സമയത്ത് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിലാണ് കാനായിലെ കല്യാണ വിരുന്ന് നടക്കുന്നത്. ആ കല്യാണ വിരുന്നിൽ വെച്ചാണ് ഒരത്ഭുതം പ്രവർത്തിക്കാനുള്ള ആഗ്രഹത്തോടെ പരിശുദ്ധ കന്യകാ മറിയം എന്ന അമ്മ തൻ്റെ പുത്രനായ ഈശോയുടെ അടുക്കൽ വന്നിട്ട് പറയുന്നത്,
അവർക്ക് വീഞ്ഞില്ല. ആ ജനത്തിന് വലിയൊരു കുറവുണ്ട്. കല്യാണം നടക്കുന്ന വീട്ടിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവങ്ങളിലൊന്നായ അതിഥികൾക്ക് കൊടുക്കേണ്ട വീഞ്ഞു തീർന്നു പോയിരിക്കുന്നു. അതിന് പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട് കേട്ടോ. എന്തുമായിക്കൊള്ളട്ടെ, അവർക്ക് വീഞ്ഞില്ല എന്ന് കർത്താവിൻ്റെ അടുക്കൽ വന്ന് പരിശുദ്ധ കന്യകാ മറിയം പറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, തൻ്റെ പുത്രന് ഇവർക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പോൾ ഈശോ പറയുന്ന വാക്ക് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്നാണ്. സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? നമ്മളിവിടെ ആരാ? നമ്മൾ അതിഥികൾ മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ദൈവശാസ്ത്രപരമായ അർത്ഥം ദ്യോതിപ്പിച്ചുകൊണ്ട് ഈശോ പറയാണ്, എൻ്റെ സമയം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയുള്ള സമയമാണ്? ഞാൻ മഹത്വപ്പെടാനുള്ള എൻ്റെ മഹത്വീകരണത്തിൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്നാണ് ഈശോ ഈ വാക്യങ്ങളിലൂടെ പറയുന്നത്. എൻ്റെ മഹത്വീകരണത്തിന് വേണ്ടിയുള്ള സമയം ഇനിയും ആയിട്ടില്ല എന്ന് 2-ാം അധ്യായത്തിൽ പറയുന്ന കർത്താവ് 10 അധ്യായങ്ങൾക്കു ശേഷം തൻ്റെ പരസ്യജീവിതത്തിൻ്റെ അവസാന ഭാഗമാകുമ്പോൾ പറയാണ്, തൻ്റെ സമയം വന്നിരിക്കുന്നു, തൻ്റെ മണിക്കൂറിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു എന്ന് ഈശോ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് 23-ാമത്തെ വാക്യത്തിൽ, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. സഹോദരങ്ങളെ, സ്ക്രീനിലേക്ക് നോക്കിക്കേ, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. മഹത്വീകരണം എന്നതുകൊണ്ട് തൻ്റെ മരണവും ഉത്ഥാനവുമാണ് ഈശോ അർത്ഥമാക്കിയത്. തൻ്റെ സമയം ഇനിയും ആയിട്ടില്ല, മണിക്കൂറിലേക്ക് താൻ എത്തിയിട്ടില്ല എന്ന് ഈശോ പറയുമ്പോൾ താൻ മഹത്വപ്പെടാനുള്ള സമയമായിട്ടില്ല എന്നാണ് ഈശോ ഉദ്ദേശിക്കുന്നത് എന്ന്. താൻ മഹത്വപ്പെടുക എന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ ദൈവശാസ്ത്ര വീക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. The glorification of Jesus is in his crucifixion and resurrection. അതുകൊണ്ട് തന്നെയും ഇതിനൊക്കെയും ഒരു സീക്വൻസായി യോഹന്നാൻ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് വചനം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നത്, മഹത്വീകരണം എന്നതുകൊണ്ട് തൻ്റെ മരണവും ഉത്ഥാനവുമാണ് ഈശോ അർത്ഥമാക്കിയത് എന്ന്. സഹോദരങ്ങളെ, വിജാതീയരായ ഗ്രീക്കുകാർ തേടി വന്നപ്പോഴാണ് രക്ഷാദായകമായ സമയത്തെക്കുറിച്ച് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. രക്ഷാകരമായ സമയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിപാദ്യ വിഷയമാണ് യോഹന്നാൻ്റെ സുവിശേഷ വീക്ഷണമനുസരിച്ച്. നമുക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കും, ഞാൻ അവിടെ ഒരു ഗ്രീക്ക് വേർഡ് എഴുതിയിട്ടുണ്ട്, കണ്ടോ നിങ്ങൾ? കൈറോസ് എന്ന ഗ്രീക്ക് വാക്ക്. കൈറോസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം സമയം എന്ന് നമുക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വിജാതീയരായ ഗ്രീക്കുകാരായ മനുഷ്യർ ഈശോയെ തേടി വന്നപ്പോഴാണ് രക്ഷാകരമായ സമയത്തെക്കുറിച്ച്, രക്ഷാകരമായ കൈറോസിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ തൻ്റെ സമയം സമാഗതമായിരിക്കുന്നു എന്ന് ഈശോ പറഞ്ഞത് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. തൻ്റെ രക്ഷാകരമായ കൈറോസ് സമാഗതമായിരിക്കുന്നു എന്നാണ് ഈശോ ഈ വാക്യത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വജാതീയരായ യഹൂദരുടെ തിരസ്കരണം മൂർച്ഛിച്ച അവസരത്തിലാണ് വിജാതീയർ ഈശോയെ സ്വീകരിക്കാനായി വന്നത്. ഒരു പ്രത്യേകത കണ്ടോ നിങ്ങൾ? യോഹന്നാൻ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആഖ്യാന ശൈലിയുടെ ഒരു പ്രത്യേകതയാണ് സ്വജാതീയരായ യഹൂദർ എന്ന് പറഞ്ഞാൽ ഈശോയുടെ സ്വന്തം കുലത്തിൽപ്പെട്ട, ജാതിയിൽപ്പെട്ട, വംശത്തിൽപ്പെട്ട യഹൂദന്മാർ ഈശോയെ ഉപേക്ഷിച്ചു. അവർ കർത്താവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓൾറെഡി പ്ലോട്ട് ചെയ്തു കഴിഞ്ഞു. ഇപ്രകാരം സ്വജാതീയരായ യഹൂദന്മാർ കർത്താവിൽ നിന്നും അകന്നു പോവുകയും ഒരു നെഗറ്റീവ് പ്രതികരണം കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് വിജാതീയരായ ഗ്രീക്കുകാർ ഈശോയെ അന്വേഷിച്ച് വരുന്നത്. അവർ ഈശോയെ രക്ഷകനായി സ്വീകരിക്കാനുള്ള ആഗ്രഹത്തോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ സ്വജാതീയരായ മനുഷ്യർ കർത്താവിനെ ഉപേക്ഷിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ കൃത്യമായി തന്നെ 1-ാം അധ്യായത്തിൽ 11-12 വാക്യങ്ങളിൽ നമ്മൾ ആ വചനഭാഗം കൃത്യമായും വായിക്കുന്നുണ്ട്. അതൊരു പ്രവചനമായി പ്രലോഗിൽ, പ്രാരംഭ വചനങ്ങളിൽ തന്നെ
രക്ഷകനായ യേശു കർത്താവാകുന്ന വചനത്തെക്കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗം ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാനായി സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 11-12 വാക്യങ്ങൾ ഇങ്ങനെയാണ്: അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി എന്ന വാക്കുകൾ ഇവിടെ നിറവേറുകയാണ്. 1-ാം അധ്യായത്തിൽ പ്രലോഗിൽ പറയപ്പെട്ടിരിക്കുന്ന ഈ വചനഭാഗം നിറവേറുന്നത് ഇപ്രകാരം: കർത്താവിൻ്റെ പ്രവചനം പൂർത്തിയാകുന്ന ഗ്രീക്കുകാർ കർത്താവിനെ അന്വേഷിച്ചു വരുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെയാണ് 12-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ തിരുവചനത്തിൽ വളരെ പോപ്പുലറായിട്ടുള്ള, നമുക്കൊക്കെ അറിയാവുന്ന ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, നിലത്തു വീണ് അഴിയുന്നെങ്കിലോ അത് ധാരാളം ഫലം പുറപ്പെടുവിക്കുമെന്നുള്ള കർത്താവിൻ്റെ വിഖ്യാതമായ ഒരു വാക്യം ഇതിനോട് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. നിലത്തു വീണഴിയുന്ന ഗോതമ്പ് മണിയോട് ഉപമിച്ചുകൊണ്ട് മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും താൻ മഹത്വീകരണത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് എന്ന് ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ മുൻപിൽ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഗ്രീക്കുകാരോട് ഈ വചനം പറയുന്നത്. തൻ്റെ മഹത്വീകരണത്തെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നത് എന്ന് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മണ്ണിൽ വീണഴിയുന്ന ഗോതമ്പ് മണി പുതിയ നാമ്പിന് രൂപം കൊടുക്കുന്നു. അതുപോലെ മനുഷ്യകുലത്തിന് പുതുജീവൻ നൽകാൻ, നിത്യജീവൻ നൽകാൻ ഈശോ തൻ്റെ ജീവൻ സമർപ്പിക്കുകയാണ് എന്ന് സഹോദരങ്ങളെ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. കർത്താവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ള ഒരു ചിന്ത ഇപ്രകാരമാണ്: കർത്താവിനെ അവർ മരിച്ചു കഴിഞ്ഞ് കുഴിച്ചിട്ടപ്പോൾ അവർ കുഴിച്ചിട്ടൊരു വിത്താണെന്നും അത് 3-ാം ദിവസം ആ വിത്ത് മുളച്ചു പൊങ്ങിയെന്നും പുതുജീവനായി ഈ ലോകത്തിൽ അവതരിച്ചു എന്നുമുള്ള വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് സഹോദരങ്ങളെ കർത്താവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വിചിന്തനമാണ്. വിത്തിനെയാണ് അവർ കൊന്നു കുഴിച്ചിട്ടത്, എന്നാൽ ആ വിത്ത് 3-ാം ദിനം പുതിയ മുളകളോടുകൂടെ പുതുജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ള ആലങ്കാരികമായ ഒരു വിവരണം നൽകുന്നുണ്ട് കർത്താവിൻ്റെ ഉദ്ധാനത്തെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിൽ വീണ് അഴിയുന്ന ഗോതമ്പ് മണി യേശു കർത്താവിനെ തന്നെയും ദ്യോതിപ്പിക്കുന്ന കർത്താവിൻ്റെ കുരിശുമരണവും ഉദ്ധാനവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണെന്നും, ആ ഉദ്ധാനത്തിൽ നിന്നും ഗോതമ്പ് മണി നിലത്തു വീണഴിഞ്ഞ് പുതിയ ശാഖകളായി പുതുനാമ്പുകളായി പുറത്തേക്ക് വരുമ്പോൾ യേശു കർത്താവ് തന്നെയും ഉദ്ധാനം ചെയ്തതും തന്നെ അവതരിപ്പിക്കുന്നു തൻ്റെ ഉദ്ധാനത്തെക്കുറിച്ച്. ഈശോയുടെ മരണം വെളിപ്പെടുത്തുന്നത് സ്വയം ശൂന്യവൽക്കരിക്കുന്ന അവിടുത്തെ സ്നേഹത്തെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈശോയുടെ ജീവിതം മുഴുവൻ സ്നേഹത്തിൻ്റെ ഒരു ശുശ്രൂഷയായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. സ്നേഹ ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ് ഈശോ തൻ്റെ തന്നെ മരണത്തെയും ശൂന്യവൽക്കരണത്തെയും, എംപ്റ്റിയിങ് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് കെനോസിസ് എന്ന് പറയാറുണ്ട്. കെനോട്ടിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ സ്വയം ശൂന്യവൽക്കരണം, ഇല്ലാതാകൽ, ഒരു സെൽഫ് എംപ്റ്റിയിങ് എന്നൊക്കെ പറയാം. ഇപ്രകാരമുള്ള ദൈവശാസ്ത്രപരമായൊരു വീക്ഷണം കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുകയാണ് സ്നേഹത്തിലൂടെ കർത്താവ് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നൽകിക്കൊണ്ട്. ഇതിന് സമാനമായൊരു വചനം മർക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ട് കേട്ടോ. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ വാക്യമാണത്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്കു വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്രേ. എത്ര മനോഹരമായിട്ടാണ് നിലത്ത് വീണഴിയുന്ന ഗോതമ്പ് മണിയെക്കുറിച്ച് പറയുന്ന യോഹന്നാൻ്റെ സുവിശേഷ വീക്ഷണത്തോട് ചേർന്നു പോകുന്ന മർക്കോസ് സുവിശേഷകന്റെ 10-ാം അധ്യായം 45-ാം തിരുവചനം: മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് മോചനദ്രവ്യമായി നൽകാനും അത്രേ. ഇപ്രകാരം തന്നെ മറ്റുള്ളവർക്ക് നൽകുന്ന
യേശു കർത്താവിൻ്റെ ഈ വാക്കുകളുടെ പൂർത്തീകരണമാണ് അവിടുത്തെ മഹത്വീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് സഹോദരങ്ങളെ നമുക്ക് തിരിച്ചറിയാനായി സാധിക്കും. ഇപ്രകാരം പൂർണ്ണമായും സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് തികച്ചും നിസ്വാർത്ഥമായ സ്നേഹത്തോടുകൂടെയുള്ള ശുശ്രൂഷാ ജീവിതത്തിൻ്റെ പൂർത്തീകരണമായതുകൊണ്ടാണ് യേശു കർത്താവ് തന്നിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുമെന്നുള്ള പ്രവചന ഭാഗം പൂർത്തീകരിക്കപ്പെടുന്ന വാക്യം ഇവിടെ ഉണ്ടാകുന്നത്. 12-ാം അധ്യായത്തിൻ്റെ 32-ാം തിരുവചനത്തിലാണ് അപ്രകാരം ഒരു വചനം നമ്മൾ വായിക്കുക. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കുമെന്നുള്ള 32-ാമത്തെ വചനം. പൂർണ്ണമായും സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ടും തികച്ചും നിസ്വാർത്ഥമായ സ്നേഹത്തോടെയുള്ള ശുശ്രൂഷാ ജീവിതത്തിൻ്റെ പൂർത്തീകരണമാണ് കുരിശുമരണത്തിലൂടെ സംഭവിക്കുന്നത് എന്ന് കർത്താവ് തന്നെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചക തുല്യമായ വാക്കുകളിലൂടെയാണ് ഈ വാക്കുകൾ അവൻ പറയുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവിൻ്റെ മഹത്വീകരണത്തിൽ എല്ലാവരും തന്നിലേക്ക് ആകർഷിക്കപ്പെടുമെന്നുള്ള ഒരു വചനഭാഗം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് എന്ന് സഹോദരങ്ങളെ ഇത്തരുണത്തിൽ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നതാണ്. ഇവിടെ ഗ്രീക്കുകാരുടെ വരവ് ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായി സൂചിപ്പിക്കപ്പെടുന്നുണ്ട് എന്നും എനിക്ക് തോന്നുന്നു. സ്വജാതീയരായ യഹൂദന്മാർ കർത്താവിനെ അവഗണിക്കുകയും അവന് എതിരായി നിലപാടുകൾ സ്വീകരിക്കുകയും അവനെ കുരിശിൽ തൂക്കി കൊല്ലാൻ വേണ്ടിയിട്ട് കൃത്യമായി ഗൂഢാലോചന നടത്തുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് രാജകീയ പ്രവേശനം നടത്തിയ കർത്താവിൻ്റെ അടുക്കലേക്ക് വിജാതീയരായ ഗ്രീക്കുകാർ കടന്നു വരുന്നത്. അപ്പോഴാണ് ഈശോ പറയുന്നത് മഹത്വീകരണത്തിനുള്ള സമയം സമാഗതമായി എന്ന്. ഇതൊരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ സ്നേഹ ശുശ്രൂഷ ജീവിതമാണ് ഈശോയുടെ ശിഷ്യന്മാരിലൂടെയും യാഥാർത്ഥ്യമാകേണ്ടത് എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നീ കർത്താവിൻ്റെ ശിഷ്യനാണെങ്കിൽ കർത്താവ് എന്ന ഗുരു കാണിച്ചുന്ന മാർഗത്തിലൂടെയാണ് നടക്കേണ്ടത്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായി സാധിക്കും. 12-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കുമെന്ന് പറയുന്ന 25-ാമത്തെ വചനവും ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതം എപ്രകാരമായിരിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒക്കെ കർത്താവിൻ്റെ ശിഷ്യന്മാരും ഒക്കെ ആയി അപ്പസ്തോല ഗണത്തിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഇത് വെറും ജാടയ്ക്ക് വേണ്ടിയുള്ള വാക്കുകൾ മാത്രമാകാതെ എപ്രകാരമാണ് കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് ഞാനും നിങ്ങളും വളരേണ്ടത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കർത്താവിൻ്റെ സ്വയം ശൂന്യവൽക്കരിക്കുന്ന സ്നേഹത്തിലൂടെയാണ് ഞാനും നിങ്ങളും സ്വന്തമാക്കേണ്ടത്. ഇത് കേവലം കർത്താവിൻ്റെ മാത്രം ജീവിതമല്ല, മറിച്ച് ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതവും അപ്രകാരമുള്ളതാകണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുക ഈ വാക്യത്തിലൂടെ. അതുകൊണ്ട് തന്നെയും നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിതമാണെങ്കിൽ അവനോട് ചേർന്ന് ജീവിക്കുന്ന വ്യക്തികളാകുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതമെന്ന് സഹോദരങ്ങളെ ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ഗ്രീക്കുകാർ കർത്താവിനെ അന്വേഷിച്ചു വരുമ്പോൾ മഹത്വീകരണത്തിന് വേണ്ടിയുള്ള തൻ്റെ സമയം സമാഗതമായി എന്നുള്ള യേശു കർത്താവിൻ്റെ വാക്കുകൾ പ്രവചനമായി തീരുകയും അത് കർത്താവിൽ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ തുടർന്നുള്ള വചനം വായിച്ച് മനസ്സിലാക്കാൻ പോവുക. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 36 വരെയുള്ള വചനങ്ങളാണ് ഇനി നമ്മൾ ധ്യാന വിഷയം ആക്കുന്നത്. ബൈബിൾ കരുതിയിട്ടുള്ള എല്ലാവരും കൈകളിൽ എടുക്കുക. യോഹന്നാൻ 12-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള വചനങ്ങൾ. ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം ഇത് കേട്ടിട്ട് ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു.
എന്നാൽ ചിലർ ഒരു മാലാഖ അവനോട് സംസാരിച്ചു എന്നും. യേശു പറഞ്ഞു, ഈ സ്വരമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അവൻ ഇത് പറഞ്ഞത് താൻ ഏതു വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നതെന്ന് സൂചിപ്പിക്കാനാണ്. അപ്പോൾ ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് നീ പറയുന്നത് എങ്ങനെ? ആരാണ് ഈ മനുഷ്യപുത്രൻ? യേശു അവരോട് പറഞ്ഞു, അല്പസമയം കൂടി പ്രകാശം നിങ്ങളുടെ ഇടയിലുണ്ട്. അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാൻ പ്രകാശമുള്ളപ്പോൾ നടന്നുകൊള്ളുവിൻ. അന്ധകാരത്തിൽ നടക്കുന്നവൻ താൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ല. നിങ്ങൾ പ്രകാശത്തിൻ്റെ മക്കളാകേണ്ടതിന് നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വ്യത്യസ്തങ്ങളായ തലവാചകങ്ങളോടുകൂടെ പറയപ്പെടുന്ന വചനഭാഗങ്ങളെയാണ് നമ്മൾ ധ്യാന വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത്. 1 മുതൽ 11 വരെയുള്ള വചനങ്ങൾ തൈലാഭിഷേകത്തെക്കുറിച്ചുള്ളവയാണെങ്കിൽ 12 മുതൽ 19 വരെയുള്ള വചനങ്ങൾ കർത്താവിൻ്റെ രാജകീയ പ്രവേശനമാണ്. 20 മുതൽ 26 വരെയുള്ള വചനങ്ങൾ ഗ്രീക്കുകാർ യേശുവിനെ അന്വേഷിക്കുന്നതാണെങ്കിൽ 27 മുതൽ 36 വരെ നമ്മളിപ്പോൾ വായിച്ചു കേട്ട വചനഭാഗം യോഹന്നാൻ സുവിശേഷകൻ കൊടുത്തിരിക്കുന്ന തലവാചകം മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം എന്നാണ്. എന്നാൽ അതിന് ദൈവശാസ്ത്രപരമായ ഒരു വീക്ഷണത്തിലൂടെ ഞാൻ മറ്റൊരു തലവാചകം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായി സാധിക്കും. യോഹന്നാൻ 12-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള വചനങ്ങൾ ഈശോയുടെ പ്രാർത്ഥനയാണ്. ഈശോ പ്രാർത്ഥിക്കുകയാണ്. സമാന്തര സുവിശേഷങ്ങളിൽ ഈശോയുടെ ഗത്സമനയിലൂടെ പ്രാർത്ഥന കൊടുത്തിരിക്കുന്നതിന് സമാന്തരമായി യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ കാണുന്ന വചനഭാഗമാണ് 27 മുതൽ 36 വരെയുള്ള കർത്താവിൻ്റെ മഹത്വീകരണത്തെക്കുറിച്ചുള്ള പ്രാർത്ഥന. സമാന്തര സുവിശേഷകന്മാർ ഗത്സമൻ തോട്ടത്തിൽ കർത്താവ് കണ്ണീർ വാർത്ത് വിയർപ്പുതുള്ളികൾ രക്തത്തുള്ളികളായി നിലത്തു വീഴുമാറ് വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന കർത്താവിൻ്റെ നോവും ആ നോവോടുകൂടെയുള്ള ദൈവപിതാവിൻ്റെ പക്കലുള്ള പ്രാർത്ഥനയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഗത്സമൻ തോട്ടത്തെക്കുറിച്ചുള്ള പരാമർശം ഇല്ല. മറിച്ച് യോഹന്നാൻ ഗത്സമൻ എന്ന് പരാമർശിക്കാതെ തന്നെയും യേശു കർത്താവിൻ്റെ ഈ പ്രവചനപരമായ പ്രാർത്ഥനയെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് 27 മുതൽ 36 വരെയുള്ള വചനഭാഗങ്ങളിൽ കൊടുത്തിരിക്കുന്ന പ്രാർത്ഥനയെ 4-ാം സുവിശേഷകൻ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സമാന്തര സുവിശേഷങ്ങളിലെ ഗത്സമനിയിലെ പ്രാർത്ഥന യോഹന്നാൻ 12-ാം അധ്യായം 27 മുതൽ തൻ്റെ പ്രാർത്ഥനയായി ദൈവ തിരുസന്നിധിയിലേക്ക് കർത്താവ് ഉയർത്തുകയാണ്. ഇവിടെ മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഈശോയെ മാനസിക വ്യഥ ഗ്രസിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഈശോ വലിയ വേദനയിലൂടെ കടന്നു പോവുകയാണ്. ഇംഗ്ലീഷിൽ എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ എന്ന് വിളിക്കും. ഇപ്രകാരം വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന കർത്താവ് ആ മണിക്കൂറിൽ നിന്നും തന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ മാനുഷികത ഈശോയെ നിർബന്ധിക്കുന്ന ഒരു വചനഭാഗമായിട്ടാണ് ഇതിനെ എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവ് തൻ്റെ മരണത്തെക്കുറിച്ച് അസ്വസ്ഥതയോടും വലിയ വേദനയോടും കൂടെയാണ് കാണുന്നത്. യൗവനപ്രായം 33 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. ഈശോ ഒരേ സമയം ദൈവപുത്രനും അതോടൊപ്പം മനുഷ്യപുത്രനുമാണ്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനായ ഈശോ വലിയ വേദന അനുഭവിക്കുകയാണ്. മനുഷ്യൻ്റെ വലിയ ദുഃഖങ്ങളിലൊന്നാണ് അവൻ കടന്നു പോകുന്ന രോഗങ്ങളും ശാരീരിക വേദനകളും. ഈശോ വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന രംഗമാണ് ഗത്സമൻ തോട്ടത്തിൽ സമാന്തര സുവിശേഷകന്മാർ അവതരിപ്പിക്കുന്നതെങ്കിൽ
സമാനമായി യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള വചനങ്ങളിൽ യേശു കർത്താവ് അനുഭവിക്കുന്ന വലിയ മാനസിക വ്യഥയുടെ, ശാരീരികമായ വലിയ വേദനയുടെ ആധിക്യത്തിൽ നിന്നുകൊണ്ടാണ് ഈശോ ആത്മാവിൽ അസ്വസ്ഥനായി പ്രാർത്ഥിക്കുന്നത്, പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. 27-ാമത്തെ വാക്യമാണ്. പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി, കൈകൾ ഉയർത്തി, ഹൃദയം ഉയർത്തി യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ഈ വാക്കുകൾ, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെ എന്ന മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 39-ാം തിരുവചനത്തിലെ പ്രാർത്ഥനയ്ക്ക് സമാന്തരമായി നിൽക്കുന്നവയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഏതൊരുവനും യേശു കർത്താവ് കടന്നു പോകുന്ന ഈ മാനസിക വ്യഥയും ശാരീരികമായ വേദനയും മനസ്സിലാക്കുമ്പോഴാണ് അവൻ്റെ പ്രാർത്ഥനയുടെ ഔത്സുക്യം എത്രമാത്രമെന്ന് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. സഹോദരങ്ങളെ, വേദനകളും പ്രയാസങ്ങളും വരുമ്പോൾ മാത്രമല്ല, സദാസമയം ദൈവവുമായി പ്രാർത്ഥനയിൽ വിളക്കപ്പെട്ട ഐക്യത്തിൻ്റെ ജീവിതം നയിക്കുന്നവരാകണം നാം ഓരോരുത്തരുമെന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഓരോ നിമിഷവും പ്രാർത്ഥനയിലൂടെ കടന്നു പോകാൻ, സദാ പ്രാർത്ഥിക്കുന്നവരാകാൻ കർത്താവേ, നീ എന്നെ സഹായിക്കണമേ. ആത്മാവേ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഈ ഒരു യാചന നമ്മുടെ ഒക്കെ മനസ്സുകളിൽ ഉണ്ടാവട്ടെ. തുടർന്നുള്ള എപ്പിസോഡിൽ വീണ്ടും കാണും വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.